എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പുനലൂർ തൂക്കുപാലത്തിലാണ്. അടിപൊളിയാണ് കേട്ടോ. 1887 ഈ തൂക്കുപാലം പണി കഴിപ്പിച്ചത്. കല്ലടപ്പുഴയുടെ ഇരുകരകളെയും ബന്ധിപ്പിച്ചാണ് ഈ തൂക്കുപാലം ഇന്നും നിലനിൽക്കുന്നത്. ചരിത്രമുറങ്ങുന്ന പുനലൂരിന്റെ മണ്ണിൽ ഞാൻ നിൽക്കുന്നത് പുനലൂർ ഓണം ഫെസ്റ്റ് 2024 കാണാനായിട്ടാണ്. അതിമനോഹരമായിട്ട് തന്നെ എൻട്രൻസ് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഹംപിയിലുള്ള ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ഇവർ എൻട്രൻസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇക്കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. 30 രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും ഫ്രീ ആണ് കേട്ടോ. ഇതോടൊപ്പം തന്നെ ഓണം എക്സ്പോയും ഒരുക്കിയിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. വൻപിച്ച വിറ്റഴിക്കൽ മേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 100-ൽ പരം സ്റ്റാളുകൾ. ഇവയിൽ ഗൃഹോപകരണങ്ങൾ, തുണിത്തരങ്ങൾ, ഫാൻസി ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, കിച്ചണിലേക്ക് ആവശ്യം വേണ്ട സാധനങ്ങൾ, ഇലക്ട്രിക് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ്, അങ്ങനെ നീളുന്നു ഇവിടുത്തെ സ്റ്റാളുകൾ തന്നെ. ഓണം കളറാക്കാൻ ഇനി പുനലൂരുകാർക്ക് എങ്ങും പോവേണ്ടതില്ല, ഇങ്ങോട്ടിങ്ങ് വന്നാൽ മതിയെന്നേ. പുനലൂർ മുനിസിപ്പൽ സ്റ്റേഡിയം ചെമ്മത്തൂരിലാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. ഈ വരുന്ന ഒക്ടോബർ 13 ഫെസ്റ്റ് സമാപിക്കും. വാണിജ്യ വിപണന സ്റ്റാളുകളിലെ കാഴ്ചകൾ ഒന്നും തന്നെ അവസാനിക്കുന്നില്ല. നമുക്ക് ഓരോന്നായിട്ട് ഇനി പരിചയപ്പെട്ടു പോകാം. ഇവിടെ നിന്ന് നമ്മൾ ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് മാറിക്കഴിഞ്ഞാൽ ഒരു ഇയർഫോൺ ഫ്രീ ആണ്. ഈ കാണുന്നതൊക്കെ പേന, പെൻസില്, കട്ടർ, റബ്ബറുകൾ, അങ്ങനെ അതിന്റെ വെറൈറ്റി സാധനങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. പലതരത്തിലുള്ള ചീപ്പുകള്, സോപ്പ് പെട്ടി, ലൈറ്റർ, ഗ്യാസ് ലൈറ്റർ ആണ് കേട്ടോ. വിവിധതരം ചെറിയ കണ്ടെയ്നർ പാത്രങ്ങള്, കത്തികള്, അരിപ്പ, അങ്ങനെ നീളുന്നു. ഈ സ്റ്റാളില് ക്രോക്കറി ഐറ്റംസ് ആണ് കൂടുതലായിട്ടുള്ളത്. കപ്പുകൾ തന്നെ പലതുണ്ട്. ഗ്ലാസ്സുകളും ചെറുതും വലുതുമായിട്ട് ഒരുപാടുണ്ട്. ഭരണികളും. ഇതൊന്നും നമ്മൾ വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം അത് വേറെ ഒന്ന് തന്നെയാണല്ലേ. അത്രയ്ക്കും കാഴ്ചകൾ ഇവിടെ ഏറെയുണ്ട്. നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങളുടെ ഒരു വലിയ സ്റ്റാൾ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് കോഴിക്കോടൻ ഹലുവയാണ്. ഹലുവകൾ തന്നെ പലയിടത്തെയും ഉണ്ട്, പല വെറൈറ്റി ഉണ്ട്, പല രുചിയിലും ഉള്ളതുമുണ്ട്. കപ്പലണ്ടി മുട്ടായിയാണ് ഈ കാണുന്നത്. കപ്പലണ്ടി മുട്ടായി ഉണ്ട്, അതുപോലെ തന്നെ മക്രോണി ഉണ്ട്, എള്ളുമുട്ടായി ഉണ്ട്. ഈ കാണുന്നത് ഇഞ്ചി മിഠായിയാണ്. എല്ലാവർക്കും അറിയാലോ ഇഞ്ചി മിഠായി. ഇതാണ് പഴയകാല മിഠായികൾ. പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന മിഠായികളുടെ അതിവിപുലമായ ശേഖരം തന്നെയാണ് ഇവരൊരുക്കിയിരിക്കുന്നത്. പുളി മുട്ടായി തൊട്ട് നാരങ്ങ മിഠായി വരെയുണ്ട്. തീർന്നിട്ടില്ല. വിവിധ തരം പേടകളെ, പഞ്ചാര മിഠായി, കമ്പ് മിഠായി, അങ്ങനെ നീളുന്നു ഇവിടത്തെ കാഴ്ചകൾ. കണ്ടോ, വലിയൊരു സ്റ്റാള് തന്നെയാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ദേ നോക്കിക്കേ, ഇവിടത്തെ കാഴ്ചകളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ഇത് മൈസൂർ ചിപ്സ് ആണ്. നമ്മളെല്ലാവരും തന്നെ മൈസൂർ ചിപ്സ്, കൊല്ലൻ ചിപ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാകും. ഇത് മൈസൂർ ചിപ്സ് ആണ് കേട്ടോ. അതിന്റെ പല വെറൈറ്റി സാധനങ്ങൾ ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് കുക്കീസ് ആണ്. ഏകദേശം 200-ൽ പരം കുക്കീസ് ഇവിടെയുണ്ട്. 140 രൂപയാണ് 1 കിലോയ്ക്ക് ആകുന്നത്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം കുക്കീസാണ്, കൂടുതലും കുക്കീസാണ്. പ്രത്യുൽപാദന ശേഷി കൂടുതലും ഗുണമേന്മ കൂടുതലുമായിട്ടുള്ള പച്ചക്കറി വിത്തിനങ്ങളെ, പൂച്ചെടിയുടെ വിത്തുകളും ഒക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും. പണം തുച്ഛം, ഗുണം മെച്ചം. 100 രൂപയ്ക്കും 150 രൂപയ്ക്കും വാച്ച്, സൺഗ്ലാസ് ഒക്കെ ഇവിടെ കിട്ടും. ഇവിടെയാണെങ്കിൽ പ്ലാസ്റ്റിക് പാത്രം, മുറം, അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ, അവയെല്ലാം തന്നെ ഗ്ലാസ്സുകളെ, പ്ലേറ്റുകളെ, സ്റ്റീൽ പാത്രങ്ങളെ, അവയെല്ലാം തന്നെ ഈ ഷോപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെ ടേബിൾ കവറ്, സെറ്റി കവറ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കുത്താമ്പള്ളി കൈത്തറി. ഇവിടെ മുണ്ട്, 2 മുണ്ട് 100 രൂപ, പില്ലോ കവർ 4 എണ്ണം 200 രൂപ, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 2 എണ്ണം 450 രൂപ. പിന്നെയും ഒരുപാട് സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഈ കട ഉണ്ടോ, ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അപ്പച്ചട്ടി, ഉണ്ണിയപ്പച്ചട്ടി, നമ്മുടെ തവ, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ട് അടുക്കളയിലേക്ക് ആവശ്യമായ വെട്ടുകത്തികളെ, കത്തികളെ, അങ്ങനെ നീളുന്നു ഇവിടുത്തെ കളക്ഷൻസ്. മരത്തവി, ചിരട്ടത്തവി, ചുറ്റിക, നമ്മുടെ ഗാർഡനിലേക്ക് വേണ്ട ഐറ്റംസ്, തേങ്ങ പൊതിക്കുന്ന പാരകളെ, സ്പാനർ, ടെസ്റ്റർ, സ്ക്രൂ ഡ്രൈവറ്, താഴും താക്കോലും, അരിപ്പകളെ, പാറ്റാഗുളിക ഒക്കെ ഇല്ലേ, എല്ലാം ഉണ്ട്. എല്ലാവിധ സാധനങ്ങളും ഈ സ്റ്റോളിൽ കിട്ടും, അത് ഉറപ്പാണ്. ഇവിടെ ഒരു സാധനമുണ്ട് കേട്ടോ, ഞാൻ കാണിക്കും. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും, നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഇട്ട് വീർപ്പിക്കത്തില്ലേ, അതുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താന്ന് പറയുന്നത്, ഇതിൻ്റെ പല കളറിലുള്ള സാധനങ്ങൾ, പല വെറൈറ്റി സാധനങ്ങൾ, ആനിമൽസ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ആനിമലാണ്, ഒരു ആനിമലാണ്, ടൈഗറാണ്, ഇത് ജിറാഫാണ്. കണ്ടോ, ഇങ്ങനെയുള്ള സാധനങ്ങളും കിട്ടും. പിന്നെ പൂക്കള്. ഈ കാണുന്നത് അസ്ഥികൂടം. അസ്ഥികൂടം തന്നെയാണ് കേട്ടോ. ഇത് പല കളറിലും നമുക്ക് കിട്ടും. ഞാനും വാങ്ങി 2 എണ്ണം. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, വീട്ടിൽ ചെന്നിട്ടൊന്ന് വെള്ളത്തിലിട്ടൊന്ന് നോക്കാം. ഇവിടെ ടാറ്റു ഒക്കെ നമുക്ക് അടിച്ചു തരും. ടാറ്റു മാത്രമല്ല, മൈലാഞ്ചി, കയ്യിലൊക്കെ മൈലാഞ്ചി ഒക്കെ ഇട്ട് തരും. അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഷോപ്പിലുണ്ടല്ലോ,
കമ്മലുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഈ ഫെസ്റ്റിൽ നമ്മൾ കയറുമ്പോൾ തന്നെ സ്റ്റാളുകളാണ് കാണുന്നത്. ഷോപ്പിംഗ്, ഒരു വാണിജ്യ വിപണനം. ഓണം എന്ന് പറയുന്നത് ആഘോഷിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ വാണിജ്യ വിപണനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ പുനലൂർ ഓണം ഫെസ്റ്റ് 2024 ഇവരിവിടെ നടത്തുന്നത്. വാണിജ്യ സ്റ്റാളുകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുള്ള ഒരു ഫെസ്റ്റാണ് പുനലൂർ ഫെസ്റ്റ്. അത് തീർത്തും പറയേണ്ട കാര്യം തന്നെയാണ്. വാണിജ്യ സ്റ്റാളുകൾ മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് അമ്യൂസ്മെന്റ് പാർക്കാണ്. പിന്നെ എടുത്തു പറയാനായിട്ട് ഈ ഫെസ്റ്റിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 7:30 മണിക്ക് ശേഷം നടക്കുന്ന ഗാനമേള, അങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ തന്നെ. മെഗാ ഷോ, മ്യൂസിക് ഷോ, നാടൻ പാട്ട്, ചെണ്ടമേളം, അങ്ങനെയുള്ള പ്രോഗ്രാമുകളും ഒക്കെ തന്നെ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും വേറെയും കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളിക്കായിരുന്നു, ഒരു തീം കൊള്ളിക്കായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്. മറ്റ് എക്സ്പോകളിൽ നിന്നും ഫ്ലവർ ഷോകളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി പോയി നമ്മുടെ പുനലൂർ ഓണം ഫെസ്റ്റ് 2024 എന്നുള്ളത്. ഷോപ്പിങ്ങിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഫെസ്റ്റ് ആയിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. ഓണം ഫെസ്റ്റ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയാക്കായിരുന്നു എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. എന്നിരുന്നാലും കൊള്ളാം, നൈസാണ്. ഈ ഫെസ്റ്റിൽ എനിക്ക് ഏറ്റവും മികച്ചതായിട്ട് തോന്നിയ ഒന്നാണ് ഈ VR സോൺ. പ്രായഭേദമന്യേ എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റിയാലിറ്റി വേൾഡ്. ഇവിടുത്തെ സോംബി വേൾഡ് അടിപൊളിയാണ്. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സംഭവം പൊളിയാണ്. പേടിച്ചോ? ഈ സ്റ്റോളിലുണ്ടല്ലോ ധാരാളം മാലകളുണ്ട് കേട്ടോ. ഈ കാണുന്ന മാലകളൊക്കെ കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്? നല്ല രസം തന്നെയുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ കളറിലുള്ളതും പല കളറിലുള്ളതും ആയിട്ടുള്ള മാലകളൊക്കെ തന്നെയാണ്. ഓണമൊക്കെയാണ് വരുന്നത്. ഗേൾസിനൊക്കെ സെറ്റും മുണ്ടും സെറ്റ് സാരികളുടെയും ഒക്കെ കൂടെ അതിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലൊക്കെ തന്നെ ഇടാൻ പറ്റുന്ന കോമ്പിനേഷനിലുള്ള മാലകളാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് നോക്കി സാവകാശം സെലക്ട് ചെയ്തെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. കണ്ടോ, ഇഷ്ടത്തിന് സാധനമുണ്ട്. അതുപോലെ കളക്ഷൻസ് ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. നല്ല വെറൈറ്റി സാധനങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ ഇവർ ഒരുക്കിയിരിക്കുന്നത്. നല്ല രസമില്ലേ? വിവിധതരം കോൺ ഐസ്ക്രീമുകൾ ലഭിക്കുന്ന ഒരു സ്റ്റാളാണ് ഇത്. അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ. ഈ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഓണം സ്പെഷ്യലായിട്ടുള്ള ഓഫർ ഇവർ കൊടുക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ഫോട്ടോ ഫ്രെയിമുകളൊക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട്, ഈ സ്റ്റോളിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അങ്ങനെ നമ്മൾ അവസാനം നടന്നു വന്നിരിക്കുന്നത് അതിവിശാലമായ ഫുഡ് കോർട്ട് ഏരിയയിലേക്കാണ്. കേരളത്തിലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങളുമായി ഒരുങ്ങിയിരിക്കുന്ന ഫുഡ് കോർട്ടുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കരിമ്പും ജ്യൂസ് മുതൽ മോമോസ് വരെ ഇവിടെയുണ്ട്. അടിപൊളിയല്ലേ? നമുക്കിഷ്ടപ്പെടുന്ന ഒരുപാട് ഗെയിമുകളുണ്ട്. അവയെല്ലാം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് നമുക്ക് സമ്മാനിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്ന അമ്യൂസ്മെന്റ് പാർക്ക് ഏരിയയിലേക്കാണ്. ഈ കാണുന്നത് കൊളംബസ് ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഞാൻ ആർക്കും തന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല, മരണക്കിണർ. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മരണക്കിണർ എന്നത്. അതുപോലെ തന്നെ ഒട്ടനവധി നിരവധി റൈഡുകളുണ്ട് ഈ പുനലൂർ ഓണം ഫെസ്റ്റ് 2024. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അമ്യൂസ്മെന്റ് പാർക്ക് ഇത്ര വിശാലമായിട്ട് ക്രമീകരിച്ചത് വേറെ എങ്ങും തന്നെ നമുക്ക് കാണാനായിട്ട് കണ്ടിട്ടുമില്ല. അതുപോലെ റൈഡുകൾ ഇവിടെയുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ റൈഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതൊന്നും തന്നെ ഞാൻ വേറെ ഒരു എക്സ്പോയിലും കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് പേരറിയാത്തതായിട്ടുള്ള ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് സുപരിചിതമായ റൈഡുകളാണ്. ഡ്രാഗൺ ട്രെയിന്, ഡിസ്കോ ഡാൻസ്, അതുപോലെ തന്നെ ഇങ്ങനത്തെയൊക്കെ നമ്മൾ പാലക്കാട് പോയെന്നെ കണ്ടിരുന്നു. ഇത് ജൈന്റ് വീലാണ്. വലിയൊരു ജൈന്റ് വീൽ തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് കൊച്ചു പിള്ളേരൊക്കെ കയറുന്ന റൈഡാണ് ഇത് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രെയിനുകളൊക്കെ ഉണ്ട്. 3-4 ട്രെയിനുകളോളം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികൾ, ചെറിയ ചെറിയ ഇങ്ങനെയുള്ള റൈഡുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. കണ്ടോ, അതിവിശാലമായ രീതിയിൽ അടിപൊളിയായിട്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിയൊരു രീതിയിൽ തന്നെയാണ് ഇവിടെ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡുകൾ ഒരുക്കിയിരിക്കുന്നത്. രാത്രികാല കാഴ്ചകൾ അതിമനോഹരമാണ്. അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ തന്നെയുണ്ട്. അവയുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ, ദിവസവും നടക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. ഗാനമേളകൾ, നാടൻ പാട്ടുകൾ, മ്യൂസിക്കൽ ഷോ അങ്ങനെ നീളുന്നു. ഓണം മെഗാ സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കാനായിട്ട് 100 രൂപയുടെ ഒരു സമ്മാന കൂപ്പൺ ഇവിടെ ലഭിക്കും. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ചെറിയ നേഴ്സറിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. രാത്രികാല കാഴ്ചകളാണ് അതിമനോഹരങ്ങളായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പം നിങ്ങളൊരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ 7:30 നടക്കുന്ന സ്റ്റേജ് പ്രോഗ്രാം. കേരളത്തിലെ മികച്ച കലാകാരന്മാർ അണിനിരക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ ദിവസേനയുണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് മടങ്ങാം. ചെമ്മത്തൂർ മൈതാനത്ത് നടക്കുന്ന പുനലൂർ ഓണം ഫെസ്റ്റ് 2024 ഒക്ടോബർ 13 സമാപിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് കമൻ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോഴേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.